BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയുടേതാണ് അത്യപൂർവമായ ഈ ശിക്ഷാവിധി. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് പ്രതികൾ. രാഷ്ട്രീയ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് അപൂർവമാണ്. കോടതി വിധിയിൽ സംതൃപ്തരെന്ന് കുടുംബം പ്രതികരിച്ചു. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വിധിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ. എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ, പ്രകൃതിയുടെ നീതിയുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പുറകെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭഗവാന്റെ വിധി വേറെ ഉണ്ട് വെച്ചിട്ടുണ്ട്. കോടതി നമ്മളെ രക്ഷിച്ചു. കോടതി വിധിയിൽ സംതൃപ്തരാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്. DYSP ജയരാജ് സാറും അദ്ദേഹത്തിൻ്റെ ടീം. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ DYSP സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത്. ജയരാജ് സാറിൻ്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ ആസൂത്രണത്തിന്റെ ഭാഗമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കൽ പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ് ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. കോടതി കണ്ടെത്തിയത് ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവം കണ്ടതായ ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒരു വലിയ രീതിയിൽ തന്നെ കേസിനെ ഗുണം ചെയ്തിട്ടുണ്ട്. മനീഷ് മഹിപാലും ശ്രീജിത്ത് ശ്രീകുമാരനും കോടതി പരിസരത്തു നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, വിധിയുടെ വിവരങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം അത് മുഴുവൻ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ടോ? ഒന്ന്, രാജ്യത്ത് തന്നെ ഏതാണ്ട് അപൂർവമായി മാത്രമാണ് ഇത്തരം കേസുകളിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകുന്നത്. ഒരു അഹമ്മദാബാദിലെ സ്ഫോടന കേസിൽ പ്രതികൾക്ക് മുഴുവൻ വധശിക്ഷ നൽകിയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ, അതിൻ്റെ ഗൂഢാലോചനയിലൊക്കെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും തൂക്കുകയർ നൽകുന്നത് റയറസ്റ്റ് ഓഫ് റയർ എന്ന എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരു വിധി ന്യായം തന്നെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ഈ മുഴുവൻ പ്രതികളെയും തൂക്കിക്കൊല്ലണമെന്ന് വിധിക്കാൻ ഇടയായ സാഹചര്യം കോടതി എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? വിജയകുമാർ, അതായത് ഈ കേസിൽ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുക്കാത്ത ഒരു ബ്രൂട്ടൽ കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കും കൊലപാതകം നിലനിൽക്കുമെന്ന വശം കോടതി ചൂണ്ടിക്കാട്ടിയാണ് 15 പേർക്കും തൂക്കുകയർ വിധിക്കുന്നത്. ഈ കേസിൽ 10ാം പ്രതി നവാസ് നിലവിൽ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. 14 പ്രതികളാണ് ഹാജരായത്. ആ 10ാം പ്രതി നവാസിന് ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ 10ാം പ്രതി നവാസിനും ഇതേ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷാവിധി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത ദിവസം കോടതിയിൽ ഹാജരാകേണ്ട ആവശ്യമില്ല. ഈ വിധി 10ാം പ്രതിക്ക് കൂടി നടപ്പിലാക്കേണ്ട കാര്യമാണുള്ളത്. ഈ കേസിൽ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കാണ് ഏറ്റവും കൂടുതൽ വകുപ്പ് പ്രകാരമുള്ളത്. ജീവപര്യന്തം അടക്കമുള്ള വിവിധ വകുപ്പുകളുണ്ട്. ഒപ്പം തന്നെ 15 പ്രതികളും 8 ലക്ഷം രൂപ വീതം 1, 3 ഈ കേസിലെ 1, 3, 8 പ്രതികൾ, അതായത് രൺജിത് ശ്രീനിവാസൻ്റെ അമ്മ, മകൾ, ഭാര്യ, ഒപ്പം തന്നെ ഈ സാക്ഷിയല്ലാത്ത മറ്റൊരു മൂത്ത മകൾക്ക് കൂടി 8 ലക്ഷം രൂപ വീതം ഈ 15 പ്രതികളും കൊടുക്കണം. ഏറ്റവും ഉയർന്ന ശിക്ഷ വധശിക്ഷയാണ്. അത് ഇരിക്കും ആദ്യം നടപ്പിലാക്കുക. ഇനി മേൽക്കോടതിയെ സമീപിച്ചാലും ഇനി ഒരു പക്ഷേ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടാൽ, അത് ഇളവ് ചെയ്യപ്പെട്ടാൽ പിന്നീട് പ്രതികൾക്കുള്ള ജീവപര്യന്തമായിരിക്കും പരിഗണിക്കപ്പെടുക. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള നീക്കം എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടില്ല. അഭിഭാഷകനായിട്ടുള്ള PP ഹാരിസ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു ഇന്ന് ഹാജരായിട്ടുള്ളത്. ഈ കേസിൽ വിജയകുമാർ ചോദിച്ചതുപോലെ വധശിക്ഷയിലേക്ക് കടക്കാൻ സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ പോലും ഇത്തരത്തിൽ 15 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് അത്യപൂർവമാണ്. ഇത് ആദ്യ സംഭവമാണെന്നുള്ള സംശയം അദ്ദേഹം പ്രോസിക്യൂഷൻ അഭിഭാഷകൻ തന്നെ ആ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷിമൊഴി ഡിജിറ്റൽ തെളിവാണ്. പ്രതിഭാഗമാണ് ആ സംശയം പ്രകടിപ്പിക്കുന്നത്. മനീഷ്,
ക്ഷമിക്കണം പ്രതിഭാഗമല്ല പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള സംശയം പ്രകടിപ്പിച്ചത്. ഈ കേസിൽ സാക്ഷി അതായത് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് ഈ വീട്ടിനകത്തേക്ക് വന്ന സമയത്ത് 8 പ്രതികൾ വീട്ടിനകത്തേക്ക് കയറിയ 8 പ്രതികൾക്ക് മുഖം മൂടി ഉണ്ടായിരുന്നു. മുഖം മൂടി മാറ്റിയാണ് കൊലപാതകം നടത്തിയത്. പക്ഷേ ഈ കേസിൽ ഇളയ മകൾ ഹൃദ്യ നേരിട്ട് ഈ മുഖം മൂടി മാറ്റി കൃത്യമായും 6 പ്രതികളെ 8ൽ 6 പ്രതികളെയും ഈ കുട്ടി തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഏറ്റവും നിർണായകമായി. ഒപ്പം തന്നെ എല്ലാ ഡിജിറ്റൽ തെളിവുകളും നഷ്ടപ്പെടാതെ 90 ദിവസം കൊണ്ട് ശേഖരിക്കാൻ ആലപ്പുഴ DYSP NR ജയരാജിന് സാധിച്ചതും ഈ കേസിൽ നിർണായകമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3-ാം പ്രതി അനൂപിൻ്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ഹിറ്റ് ലിസ്റ്റാണ്. മറ്റൊന്ന് ഡിജിറ്റൽ അതായത് ഗൂഗിൾ മാപ്പ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അങ്ങോട്ടേക്കുള്ള രൂപരേഖ വീട്ടിലേക്കുള്ള രൂപരേഖ. ഒപ്പം തന്നെ ഇവർ നേരത്തെ ഗൂഢാലോചന നടത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ, ഇവർ വീടിനകത്ത് വന്നതിൻ്റെ ഫിംഗർ പ്രിൻറ്റുകൾ അടക്കമുള്ള തെളിവുകൾ ഒക്കെ തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവായി മാറി. വളരെ ബ്രൂട്ടലായ കൊലപാതകമായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ ഫോണിലെ ആ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് രഞ്ജിത്ത് ശ്രീനിവാസന്റേതായിരുന്നു. അപ്പോൾ അതിന് താഴെ കുറേ പേരുകളുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകിയില്ലെങ്കിൽ ആ ഹിറ്റ് ലിസ്റ്റിലെ മറ്റുള്ളവർക്ക് കൂടി അവരുടെ ജീവന് കൂടി ഭീഷണിയാണ് എന്നത് പ്രോസിക്യൂഷന്റെ തുടക്കം തൊട്ടുള്ള വാദമായിരുന്നു. അത് ഇതിൽ വിചാരണ കോടതി കണക്കിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദമുഖമാണെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ ആ ഒരു വാദം കണക്കിലെടുത്തു. പക്ഷെ അതിനപ്പുറം പ്രതിഭാഗം നിരത്തിയ ചില വാദങ്ങളുണ്ട്. ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസ്, ജയകൃഷ്ണൻ മാസ്റ്റർ കൊലക്കേസ്, അത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ അസാധാരണമല്ല, സാധാരണ സംഭവിക്കുന്ന കേസാണ്. പ്രതികളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് സ്ഥാപിക്കാൻ ഇവിടെ പ്രതിഭാഗം കോടതിയിൽ പല വാദങ്ങളും ഉന്നയിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും പ്രോസിക്യൂഷൻ്റെ വാദങ്ങളാണ് കോടതി അംഗീകരിച്ചത്. കാരണം അത്രത്തോളം ബ്രൂട്ടലായി നടത്തിയ കൊലപാതകമെന്ന് സ്ഥാപിക്കാൻ അവിടെ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെളിവുകളുണ്ട്. ഒപ്പം തന്നെ വിജയകുമാർ നേരത്തെ പറഞ്ഞ ഹിറ്റ് ലിസ്റ്റ്, ഈ ഹിറ്റ് ലിസ്റ്റിൽ പോലീസ് നടത്തിയ കുറ്റപത്രത്തിൽ പറയുന്നത് ആദ്യത്തെ 1-ാമത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് രഞ്ജിത്ത് ശ്രീനിവാസൻ അല്ലായിരുന്നു. പക്ഷേ അവരുടെ നേതാവായിട്ടുള്ള STP സംസ്ഥാന സെക്രട്ടറി KS ഷാനെ കൊലപ്പെടുത്തി. KS ഷാൻ അവരുടെ തരത്തിൽ ഒരു സൗമ്യ മുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ മറുതലത്തിൽ മറ്റ് സംഘടനയിലെ നേതാവിനെ കൂടി തിരഞ്ഞെടുത്തപ്പോൾ മറ്റൊരു സൗമ്യ മുഖം ഉണ്ടായിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ 3-ാമതോ 4-ാമതോ ആയിരുന്നു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹിറ്റ് ലിസ്റ്റ് ഒരിക്കൽ സ്ഥാപിച്ചാൽ അത് മാറാതിരിക്കുന്നതല്ല. ഓരോ ഘട്ടത്തിലും ആ ഹിറ്റ് ലിസ്റ്റിന്റെ പ്രയോറിറ്റി അനുസരിച്ച് മാറി വരുന്നതാണ്. ശരി മനീഷ്, എന്തായാലും ആ വിധിപ്പകർപ്പിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ കോടതി അതിന്റെ നിഗമനങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ആ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം.